இந்த வட்டம் அதிகமான சூடா. இந்த வருஷம் மாதிரி எந்த வருஷமும் சூடு கிடையாதா. நானா போன வாரம் போய் மூத்திரம் பழுத்து போச்சுன்னு சொல்லி 900 ரூபா கொடுத்து ஆஸ்பத்திரிக்கு போய் 900 ரூபாய் கொடுத்தேன். இன்னும் அந்த மருந்து சாப்பிட்டுக்கிட்டு தான் இருக்கேன். முன்னாடி சூடு இல்லையே. போன வருஷம் இந்த வருஷம் மாதிரி எந்த வருஷத்துலயும் இந்த சൂട് கிடையாது. കൊടും ചൂടിൽ തീരാദുരിതത്തിലാണ് കിഴക്കൻ മലയോര പട്ടണ പ്രദേശങ്ങളിലെ ജനങ്ങൾ. രൂക്ഷമായ കുടിവെള്ളക്ഷാമവും നേരിടുന്നുണ്ട് ഇവിടെ. പകൽ ചൂടിൽ പട്ടണത്തിലേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. കേരളത്തിൽ ചൂട് ഏറ്റവും അധികമുള്ള പട്ടണമാണ് പുനലൂർ. ഇക്കുറിയും റെക്കോർഡിട്ടാണ് പകൽ താപനില ഇവിടെ നീങ്ങുന്നത്. വഴിയോര കച്ചവടക്കാരും കാൽനട യാത്രക്കാരുമെല്ലാം ചൂടിൽ വെന്തുരുകുകയാണ്. ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ സ്ഥിതിയും ഏറെ ദുരിതത്തിൽ തന്നെ. ചൂടാണ്. ഞങ്ങളെപ്പോലുള്ള ആട്ടോക്കാര് വെയിൽ കൊണ്ട് പൊള്ളുന്ന രൂപത്തിലായി കിടക്കുകയാണ്. ഒരു എന്താ ഇത് പറയുന്നത്, സഹിക്കാൻ വയ്യാത്ത ചൂടാണ് ഇവിടെ. ഞങ്ങൾക്ക് ഇവിടെ യാതൊരു വിധമായ ഇതുമില്ല. കിടക്കുന്നതിന് പറന്നു പോകുന്ന കാക്കയുടെ തണലില്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല. വണ്ടിയുടെ ചൂട്, തറയുടെ ചൂട്, പിന്നെ ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. ചൂടിൽ എന്താണ് അപ്പോൾ പ്രതിവിധി? വേറെ അതിന്റെ എങ്കിലും ഒരു ഇതുണ്ടായിരുന്നു. ഇതിപ്പം പുനലൂര് എന്തോ ഒരു വല്ലാത്ത കാലാവസ്ഥയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുകയാണ്. ഇവിടെ ഓട്ടോറിക്ഷ തൊഴിലാളികളും പിന്നെ മറ്റ് ടാക്സി തൊഴിലാളികളും ഒക്കെ ഈ ചൂടിനെ അതിജീവിച്ച് ജീവിക്കുകയാണ്. ജീവിക്കാൻ മറ്റു മാർഗമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ വെയിൽ കൊണ്ട് ഇങ്ങനെ രാപ്പകൽ വെയിലുകൊണ്ട് ഞങ്ങൾ ഈ കിടക്കുന്നത്. പുനലൂരിലെ അമിതമായ ചൂടിനെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനങ്ങളൊന്നും തന്നെ ഇതുവരെയും നടത്തിയിട്ടില്ല. ചൂട് കുറയ്ക്കാൻ പട്ടണ മേഖലയിൽ ഇലഞ്ഞി ഉൾപ്പെടെയുള്ള തണൽ മരങ്ങൾ ധാരാളമായി നട്ടുവളർത്തേണ്ടതുണ്ട്. എന്നാൽ അതിനൊന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. അതികഠിനമായ ചൂടാ സാറേ, ഭയങ്കര ചൂടാ. ഞങ്ങളൊക്കെ ആണെങ്കിൽ രാവിലെ 5 മണിക്ക് ഇറങ്ങുക, എന്നിട്ട് ഇത് വിറ്റ് തീരാത്തോണ്ട് 3 മണി വരെയൊക്കെ ആകുമ്പോഴാണ് വിറ്റ് തീരുന്നേ. ഭയങ്കര ചൂടാ. ഞാൻ കൊല്ലക്കാരിയാ, കൊല്ലത്തുനിന്നാണ് ഇവിടെ വരുന്നത് കച്ചവടത്തിന്. അപ്പൊ ഈ നടന്നുള്ള കച്ചവടം റൂട്ടില്, പക്ഷെ ഭയങ്കര ചൂടും അതിന്റെ കൂടാണ് ഞങ്ങളൊക്കെ ഇത്രയും കുഴഞ്ഞു വരും. പ്രൈസും ഇല്ല, അതും ഒന്നും പറയാനല്ലോ എന്റെ കൂട്ടത്തിൽ. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക. പകൽ ചൂടിനൊപ്പം രാത്രിയിലെ ഉഷ്ണവും ജനങ്ങളെ ഒരുപോലെ വലയ്ക്കുകയാണ്. വേനൽ മഴ ശക്തമല്ലാത്തതും ചൂട് കൂട്ടുന്നുണ്ട്. കുടിവെള്ളം പോലും കിട്ടാക്കനിയായ മലയോര പ്രദേശങ്ങളിൽ നേരിടുന്ന ജലക്ഷാമത്തിന് ശാശ്വതമായ പരിഹാരം കാണാനും നടപടിയില്ല. ഹലോ, കേരളത്തിലെ ഏറ്റവും വലിയ ചൂട് മേഖല നടക്കുന്നത് ഒന്ന് പുനലൂരും 2 പാലക്കാടുമാണ്. പുനലൂർ ഏതാണ്ട് ഒരു 3-4 ദിവസം കൊണ്ട് ഒരു 40 ഡിഗ്രി ചൂട് വരെ അടുത്ത് വരുന്നുണ്ട്. യാഗത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് ചൂട് കൊണ്ട് ജനങ്ങളൊന്നും സഞ്ചരിക്കാനില്ല. പുനലൂരിന്റെ മേഖലയിൽ തൂക്കുപാലം കാണാൻ ജനങ്ങളിങ്ങനെ കളിച്ചുകൂടി വരുന്ന ഒരു മേഖലയായിരുന്നു. തൂക്കുപാലത്തിന്റെ സൈഡിൽ പോലും ആളില്ലാത്തൊരു മേഖലയാണ് ചൂട് കൊണ്ട്. കേരളത്തെ അപേക്ഷിച്ച് കൊല്ലം ജില്ലയിൽ ഏറ്റവും വലിയ ചൂട് പുനലൂരാണ്. പുനലൂരിന്റെ സ്ഥിതിവിശേഷം അങ്ങനെ ആ രീതിയിൽ കിടക്കുകയാണ്. ചൂട് കാലാവസ്ഥ എന്ന് മാറുന്നു അന്നത്തെ രീതി അറിയില്ല. കാലാവസ്ഥ ആയതുകൊണ്ടുള്ള എല്ലാ രീതിയിലും ദൈവത്തെ വിളി കൂടുതലും ജനങ്ങൾ മറന്നുപോയി. ആ ദൈവത്തെ വിളി ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് കാലാവസ്ഥകൾ പോലും തിരിഞ്ഞു പോകുന്നത്. അനുകൂലമല്ല ജനങ്ങൾ, കാരണം അതിനുള്ള രീതിയിലുള്ള ചിന്താഗതിയായിട്ട് മനുഷ്യർ. ചൂടേറിയതോടെ വഴിയോരങ്ങളിലെ ജ്യൂസ് ഉൾപ്പെടെയുള്ള പാനീയങ്ങളും തണ്ണിമത്തൻ ഉൾപ്പെടെയുള്ള ഫലവർഗ്ഗങ്ങളുടെയും വിപണികളും ഏറെ സജീവമായിട്ടുണ്ട്. കൊടും ചൂട് നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളെ ഉൾപ്പെടെ വലയ്ക്കുന്നുണ്ട്. ഫോക്സ് ടിവി ന്യൂസ് ബ്യൂറോ, പുനലൂർ.